ഹലോ ഗൈസ്, ഇന്ന് ഞങ്ങൾക്കൊരു ഡേ ഓഫ് കിട്ടിയതുകൊണ്ട് ഞങ്ങൾ രണ്ടുപേരും കൂടെ ഒന്ന് പുറത്തിറങ്ങിയേ. അപ്പം ബീച്ചിൽ കൂടെ ഇപ്പം ഇങ്ങനെ നടന്നപ്പോൾ എന്തോ റാലി കണ്ടു, കുട്ടികളെല്ലാവരും കൂടെ ഇങ്ങനെ പോകുന്നുണ്ട്. അതെന്താണെന്നുള്ളതൊന്നും ഞാനങ്ങനെ നോട്ടീസ് ചെയ്തില്ല. ബട്ട് ഒത്തിരി പേരെ കണ്ടു. NSSൻ്റെ കുട്ടികളാണെന്ന് തോന്നുന്നു കേട്ടോ. അപ്പോൾ ഒത്തിരി പേരിങ്ങനെ ബീച്ചിൽ കൂടെ ഇങ്ങനെ പതാകയൊക്കെ ഉയർത്തി നടക്കുന്നുണ്ട്. അപ്പം ഞങ്ങൾ വിചാരിച്ചു ഇന്ന് കുറച്ച് ഫിഷ് വാങ്ങിക്കാമെന്ന്. അങ്ങനെ ഞങ്ങളെന്നാൽ പിന്നെ മാർക്കറ്റ് വരെ പോകാമെന്ന് കരുതി. അങ്ങനെ ഇതാ ഞങ്ങൾ മീൻ മാർക്കറ്റിലെത്തി, ഹാർബറിലെത്തി. ആക്ച്വലി എൻ്റെ ഹസ്ബൻഡിൻ്റെ വീട്ടിലുള്ള ആൾക്കാരൊക്കെ ഇവിടെ നിന്നാണ് പൊതുവെ മീൻ വാങ്ങിക്കാറ്. ഞാൻ ശരിക്കും എൻ്റെ നേറ്റീവ് പേരാമ്പ്രയാണ്, കോഴിക്കോട്. ഞങ്ങളങ്ങോട്ടെല്ലാം ഈ മാർക്കറ്റിൽ, ഞങ്ങളെ നാട്ടിലെ മാർക്കറ്റിലെല്ലാം പോയി കുറച്ച് മീനുള്ളിടത്തുനിന്ന് മീനെല്ലാം വന്ന് അതെല്ലാം വാങ്ങുന്നൊരു ശീലമുള്ളിടത്തുനിന്ന് ഞാൻ ഇതാദ്യമായിട്ട് ഹാർബറിൽ വന്ന് മീൻ വിൽക്കുന്നുണ്ട്. അപ്പോൾ എനിക്ക് ഭയങ്കര ക്യൂരിയോസിറ്റി ആയിരുന്നു കേട്ടോ. കുറേ പേര് മീൻ ഇങ്ങനെ സൈഡിൽ നിറച്ച് വെച്ചിട്ടുണ്ട്, അത് വാങ്ങിക്കുന്നുണ്ട്. കുറേ പേര് ഇങ്ങനെ ബൾക്കായിട്ട് വാങ്ങിക്കൊണ്ടുപോകുന്നുണ്ട്. വലിയ കപ്പലിൽ കൊണ്ടുവന്ന് മീൻ ഇറക്കുന്നുണ്ട്. എനിക്കിതൊക്കെ കണ്ടപ്പം ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആയിരുന്നു. പിന്നെ ഞങ്ങൾ അതിലേക്ക് നടന്നു. അന്നേരം ഹസ്ബൻഡ് ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ, ഒന്നിനെയും ചവിട്ടരുത്, സൈഡിലെല്ലാം വെച്ചിട്ടുണ്ട് എന്നുള്ളത്. അങ്ങനെ ഞങ്ങളിങ്ങനെ എല്ലായിടത്തും ഇങ്ങനെ തപ്പി നടന്ന് കഷ്ണം മീൻ എന്തെങ്കിലും കിട്ടുമോ എന്നൊക്കെ നോക്കി ഇങ്ങനെ നടന്ന് കുറേ ഇങ്ങനെയൊക്കെ നോക്കി. അപ്പം ഈ കപ്പലൊക്കെ ഞാനിങ്ങനെ കുറേ നേരം നോക്കിയെന്ന്. അങ്ങനെ കുറച്ച് അങ്ങോട്ടേക്ക് ഇങ്ങനെ പോയപ്പോൾ കാണാം വെറൈറ്റി ഫിഷ് ഇങ്ങനെ ഒരാളിങ്ങനെ വെക്കുന്നത്. അപ്പം ഞാൻ ഇതുവരെ കാണാത്ത കുറേ മീനല്ല അതിൽ. എന്നപ്പോൾ ഞാൻ ആ ചേട്ടൻ്റെ അടുത്ത് അങ്ങോട്ടേക്ക് പോയി. അപ്പോൾ ആ ചേട്ടൻ പറഞ്ഞ് ഇത് കിളിമീനാണ്, ഇങ്ങനെ പറക്കുമെന്നെല്ലാം പറഞ്ഞ്. എനിക്കതെല്ലാം കേട്ടപ്പോൾ ഭയങ്കര അതിശയനും. ആ കറിയെല്ലാം വെക്കുമല്ലോ. പിന്നെ വേറെ കുറേ തലയും വാലും ഇല്ലാത്ത ടൈപ്പ് കുറേ എന്തെല്ലോ മീനുകളെല്ലാം ഉണ്ട്. അങ്ങനെ അവിടുന്ന് കുറേ നേരം അവരോടൊക്കെ എന്തൊക്കെയോ സംസാരിച്ച് ഞങ്ങൾക്ക് വേണ്ട മീനെല്ലാം വാങ്ങി. അപ്പോഴാണ് പറഞ്ഞത് അവിടുന്ന് മുറിച്ച് തരുമെന്ന്. അങ്ങനെ ഞാൻ അവിടുത്തെ ചേട്ടനോട് പറഞ്ഞ് അത് അവിടുന്ന് മുറിച്ച് വാങ്ങി. പിന്നെ കുറച്ച് നേരം അവിടെ നിന്ന് ഞങ്ങൾ പിന്നെ നേരെ തിരിച്ച് വീട്ടിലേക്ക് പോരുകയാണ്. പക്ഷേ എന്തോ ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആയിരുന്നു കേട്ടോ അവിടുന്ന് പോരുമ്പോഴും.